പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയ തലത്തിൽ ഗുണനിലവാരമുള്ള കുട്ടിയുടെ സമഗ്ര വികാസം ഉറപ്പുവരുത്തുന്ന ഒരു വിദ്യാഭ്യാസ മാതൃക, ഒരു വിദ്യാലയ മാതൃക എന്ന രീതിയിലാണ് 2 വർഷം മുമ്പ് PM ശ്രീ വിദ്യാലയങ്ങൾ എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ വെച്ചത്. നമുക്കറിയാം, ആദ്യ വിദ്യാഭ്യാസ നയം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനു മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സംവിധാനത്തെ കുറച്ചുകൂടി ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് സ്ഥലം മാറ്റം പോകുന്ന ആൾക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് എടുത്തുകൊണ്ടും അതേസമയത്ത് ഭാരതത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മോഡൽ എന്ന രീതിയിലുമാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആദ്യം തുടങ്ങിയത്. 1986 പുതിയ വിദ്യാഭ്യാസ നയം എന്ന പേരിൽ 2ാമത്തെ വിദ്യാഭ്യാസ നയം വന്ന സമയത്ത് ഇങ്ങനെ കേന്ദ്ര നേരിട്ട് നടപ്പിലാക്കുന്ന ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ മാതൃകയിൽ ഗ്രാമീണ വിദ്യാർത്ഥികളെ, പ്രതിഭകളെ കണ്ടെത്തി അവർക്കും ഇതുപോലുള്ള ഒരു വിദ്യാഭ്യാസം നൽകണം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എല്ലാ ജില്ലകളിലും ഒരു വിദ്യാലയം എന്ന രീതിയിൽ നടത്തിയത്. അവിടെ 6ാം ക്ലാസ് മുതലാണ് ആ വിദ്യാലയം തുടങ്ങുന്നത്. 5ാം ക്ലാസ് വരെ സാധാരണ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഗ്രാമീണ വിദ്യാർത്ഥികളിൽ നിന്നും ഒരു എൻട്രൻസ് പരീക്ഷയിലൂടെ അവരുടെ നല്ല പ്രതിഭാധനരായ കുട്ടികളെ സർക്കാർ ദത്തെടുത്ത് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സംവിധാനമായിട്ടാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. പൊതുവെ വിദ്യാഭ്യാസം 2 സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിലുള്ള കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ആണ് നടന്നു കൊണ്ടുപോകുന്നത്. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയതയിൽ ഊന്നിയ സമഗ്ര വ്യക്തിവികാസം സാധ്യമാകുന്ന പഞ്ചകോശ വികാസം എന്ന് പറയുന്ന ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള വികാസം എല്ലാം സാധിക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്, യുക്തിഭദ്രമായിട്ടുള്ള ചിന്ത, അനുഭവവേദ്യമായിട്ടുള്ള അറിവ്, രസകരമായ സന്തോഷത്തോടു കൂടിയുള്ള പഠനം, ഇങ്ങനെയുള്ള ആധുനിക സങ്കല്പങ്ങളെ ഭാരതീയ മൂല്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഒരു പുതിയ വിദ്യാലയ മാതൃക ലോകത്ത് അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ചിന്തയിലാണ് PM ശ്രീ വിദ്യാലയങ്ങൾ, PM സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, വികസിത ഭാരതത്തിനായിട്ടുള്ള വിദ്യാലയങ്ങൾ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തത്.